ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് ഒരു കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു പുതിയതായിട്ടൊരു ചാനൽ നമ്മൾ തുടങ്ങിയാണ്. എൻ്റെ ഒരു അനുഭവം വെച്ചെന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊരു ചാനൽ അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ്, സബ്ബൊന്നും ആയിട്ടില്ല. 1 2 3 ഇങ്ങനെ കൗണ്ട് ചെയ്ത് ഒരു 10 സബ്ബാകുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമായിരിക്കും. അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കുറച്ച് ബന്ധുക്കളും ഫ്രണ്ട്സും കുറച്ച് നല്ല അടുത്ത ഇതായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവർക്കൊക്കെ അങ്ങ് ഷെയർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരുടെ സബ് കിട്ടാൻ വേണ്ടിയാണ്. ഒരു 20 സബ് കിട്ടിയാൽ നമുക്ക് അത്രയും ഹാപ്പി അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവർക്കൊക്കെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കും, ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കും, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരാണ് ഞാനും ചെയ്തിരുന്നു. പക്ഷേ ഇത് ആണ് നമ്മൾ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. ഒരിക്കലും അത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം യൂട്യൂബിലെ സബ്ബും വാച്ചവറും അതൊക്കെ യൂട്യൂബിൽ തന്നെ ഇതാക്കി നമ്മളെ അറിയാത്ത നമ്മുടെ ഫ്രണ്ട്സും പിന്നെ യൂട്യൂബ് സജസ്റ്റ് ചെയ്തുമൊക്കെ നമുക്ക് ആവശ്യത്തിന് കിട്ടിക്കോളും. ഒരിക്കലും നമ്മളായിട്ട് ലിങ്ക് കൊണ്ടുവന്ന് കൊടുത്ത് കുടുംബക്കാരുടെയും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്നവരുടെയും സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കരുത്. നിങ്ങൾ അത്രയും വിശ്വാസമുള്ളവരെ മാത്രം കൊടുക്കുക. അവർ നിങ്ങൾക്ക് സപ്പോർട്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നീട് അത് ലഭിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നിങ്ങൾക്ക് ഉപകാരത്തെക്കാളും ദോഷമേ ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായോ? ഞാൻ ഇതുപോലെ എൻ്റെ കാലക്കേടിന് കൊണ്ടുപോയി നമ്മുടെ ഫേസ്ബുക്കിൽ എൻ്റെ ചാനലിൻ്റെ ഇത് കൊണ്ടുപോയി ഷെയർ ചെയ്തു. അതിൻ്റെ അകത്തുണ്ടല്ലോ നമ്മുടെ കുറച്ചധികം ഫ്രണ്ട്സും കുറച്ച് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ ഫേസ്ബുക്കിൽ. അതോടുകൂടി ഓരോരോ കുത്തിത്തിരിപ്പുകളുണ്ടാകുന്നത്. സത്യം പറയാന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആവുന്നത് വരെ എങ്കിലും ഇതൊന്നും അറിയാതിരിക്കണതാണ് നല്ലത്. നമ്മുടേതായ രീതിക്ക് മാന്യമായ നമ്മുടേതായ രീതിക്ക് കൊച്ചു വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോവുക. സബ്ബൊക്കെ കയറിക്കോളും. 20 സബ്ബല്ലേ, കൂടിപ്പോയ എത്ര 50 സബ്ബ് കിട്ടുമായിരിക്കും ഈ പറഞ്ഞ ആൾക്കാർ. അവരത് സബ്ബ് ചെയ്യും കേട്ടോ, സബ്ബ് ചെയ്യും. സബ്ബ് ചെയ്താലല്ലേ അത് കാണാൻ പറ്റുള്ളൂ, വീഡിയോസ് കാണാൻ പറ്റുള്ളൂ നമ്മളിടുന്നത്. സബ്ബ് ഉറപ്പായിട്ടും കിട്ടും. ഒരു 50 സബ്ബ് കിട്ടുമായിരിക്കും ചിലപ്പോൾ. അത് പോട്ടെ എന്ന് വിചാരിക്കണം, മനസ്സിലായി? അതിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ലൈവ് ഇടുക, ലൈവിൽ നിന്ന് കിട്ടും സബ്ബ്. ലൈവിൽ സ്ഥിരമായിട്ട് ഒരേ സമയത്ത് ലൈവ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. പരാജയങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളരുത്. പരാജയപ്പെട്ട് ഒരു ദിവസം നല്ല റീച്ച് കിട്ടും. കുത്തിത്തിരിപ്പിന് ഒരുപാട് ആളുകളുണ്ടാകും. നമ്മളുടേതായ രീതിയിൽ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് മാക്സിമം നമുക്കൊരു പരിധി ഉണ്ടല്ലോ. നമുക്ക് ഇപ്പം തന്നെ സൈലൻ്റ് ലൈവ് പാടില്ല എന്ന് പറയുന്നുണ്ട്, എഴുതിയിടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ഫേസ് ലൈവ്. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. യൂട്യൂബിൻ്റെ പോളിസി സൈലൻ്റ് ലൈവ് കഴിയുന്ന ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നു, എഴുതിയിട്ടിട്ടുണ്ടല്ലോ. ചുമ്മാ ബ്ലാങ്ക് ആയിട്ട് മ്യൂട്ടാക്കി വെച്ചുകൊണ്ടിരിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ മാക്സിമം എൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. എനിക്കൊരു മോളുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിലൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കഷ്ടപ്പെട്ട് ഇത്രയും മോണി ആക്കി എടുത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല. പിന്നെ വരുന്നിടത്ത് വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നു. അപ്പോൾ ഇത്തിരി കുറച്ച് ആളുകൾ ഇപ്പോൾ വരുന്നുണ്ട്, ആവശ്യത്തിന് സബ്ബും കിട്ടുന്നുണ്ട് അതിൻ്റെ അകത്തുനിന്ന്. മനസ്സിലായില്ല? അപ്പോൾ പറയാൻ പലരും കാണും. നെവർ മൈൻഡ്. നമ്മുടേതായ രീതിക്ക് മുന്നോട്ട് പോവുക. കൂടുതലും ഈ കണ്ട ആളുകളെയൊന്നും അറിയിക്കാതിരിക്കുക. ചെയ്യുന്നതെല്ലാം നിസാര കാര്യം. നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് വല്ല ഫോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് കുത്തിപ്പെരുപ്പിച്ചോളും. അപ്പം നമ്മളും തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഇല്ല. എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്തവർ തന്നെ എന്നും പറഞ്ഞാൽ ആ തെറ്റ് മറച്ചു വെച്ചിട്ട് ആ തെറ്റ് കൊണ്ടുപോയി വല്ലവൻ്റെയും തലയിലും ചാരിയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വിടുന്ന പരിപാടിയാണ് മോശം എന്ന് പറയുന്നത്. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് പറ്റിയാൽ സോറി പറയാൻ എനിക്കൊരു മടിയില്ല, മനസ്സിലായില്ലേ? പക്ഷെ വീണ്ടും കുത്തുന്നവരോട് സോറി പറയേണ്ട ഒരു കാര്യമില്ല. അതാണ് ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ്. ഒന്നിനും നിൽക്കേണ്ട, ഫൈറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമ്മളെ മനസ്സിലാക്കാത്തവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല, മനസ്സിലായോ? നമ്മൾ അവിടെ നിന്ന് അവരുടെ ആ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ മതി. നമ്മൾ അവരുടെ ഇതിൽ നിന്ന് നമ്മൾ ആബ്സെൻ്റ് ആയിരിക്കണം മുന്നോട്ടുള്ള യാത്രയിൽ. ഇത്രയേ വേണ്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കും, നമുക്ക് മുന്നോട്ടുള്ള യാത്ര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ തുടങ്ങുന്നത് ഇതുപോലെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 50 അല്ല 100 സബ് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇത് ഷെയർ ചെയ്യരുത്. നിങ്ങൾ മോണിറ്റൈസേഷൻ ആയി ഡോളേഴ്സ് കയറാൻ തുടങ്ങി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇതുപോലൊരു ചാനലുണ്ട്, നമ്മൾ ഇതുപോലെ കൊച്ചു വീഡിയോസ് ഇടുന്നൊരു ചാനലുണ്ട്, അങ്ങനെ ഷെയർ ചെയ്തോളൂ. അതൊരു പ്രശ്നമല്ല. പക്ഷെ അനുഭവം കൊണ്ട് പറയുകയാണ്, ഭയങ്കര ഫോഴ്സ് ഉണ്ടാവും, മെൻ്റൽ പ്രഷർ ഉണ്ടാവും. പിന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള മര്യാദക്കുള്ള വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അവസാനം ഈ കുത്തിത്തിരിപ്പുകളുടെയൊക്കെ അവസാനം നമുക്ക് ചാനൽ നിർത്തേണ്ടതായിട്ട് വരും, മനസ്സിലായില്ലേ? ഇതൊരു സൈഡായിട്ട് വേണം. നമ്മൾ എപ്പോഴും മെയിൻ ജോലിയുള്ളവർ അത് അതിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പോൾ സൈഡായിട്ട് തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്.
അതെല്ലാം എനിക്ക് എൻ്റെ ഇതിൽ ചാനലിൽ പറയാൻ താല്പര്യമില്ല. ഞാനത് സൈഡായിട്ടാണ് കൊണ്ടുപോകുന്നത്, മനസ്സിലായില്ലേ? മെയിനായിട്ട് കൊണ്ടുവരണം. ഇതിൻ്റെ അകത്തൊന്നും അങ്ങനെ ലക്ഷങ്ങളൊന്നും കിട്ടുമെന്നൊക്കെയാണ് ചിലരുടെയൊക്കെ ധാരണ, മനസ്സിലായില്ലേ? നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ വീട്ടിലിരിക്കുന്നവരാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം, ചുമ്മാ ഒരു ലൈവൊക്കെ ഇട്ട് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം, നമുക്കെന്താ സന്തോഷിച്ചുകൂടെ? നമുക്ക് സന്തോഷം കണ്ടെത്തിക്കൂടെ? ഞാനാണെങ്കിൽ ഞാനും എൻ്റെ മോളും കൂടി ഇവിടെ വീട്ടിൽ തന്നെ ചുമ്മാ ബോറടിച്ചിരുന്ന ആ സമയത്താണ് ഞാൻ ഇതിനകത്ത് 2 വീഡിയോ ഇടുകയും അതിൽ 2 കമൻറ്റ് വരികയും ഒക്കെ ചെയ്തപ്പോൾ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് സന്തോഷിച്ചൂടെ? നമ്മളെപ്പോഴും എന്താ മുരടിച്ച് എവിടെയെങ്കിലും കയറി ഇരിക്കണമെന്നായിരിക്കും ഇവരുടെയൊക്കെ ഭാവം. അതെവിടെയെങ്കിലും യാത്ര പോയാൽ അതിന് കുത്തിത്തിരിപ്പ്, വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് കുത്തിത്തിരിപ്പ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ? എങ്കിൽ പിന്നെ ഭിത്തിയിൽ ഫോട്ടോ ആയിട്ട് ഇരുന്നാൽ മതി. അപ്പോൾ സന്തോഷമാകുമായിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും സന്തോഷം കണ്ട ഈ പറഞ്ഞവർക്ക് എല്ലാം ആകാം, ആഘോഷങ്ങളാവാം, എൻജോയ്മെൻ്റ് ആവാം. ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് പറഞ്ഞ ആളുകളുടെയൊക്കെ ഫോളോവേഴ്സിനെക്കാട്ടും ഞെട്ടിപ്പോയി പോകും, മനസ്സിലായില്ലേ? ഞാനിതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞവരുടെയൊക്കെ ഫോളോവേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം അതിൽ നിന്നെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും നിങ്ങൾ പറ്റുമെങ്കിൽ. എനിക്കിതൊന്നും സന്തോഷമൊന്നും കണ്ടെത്താൻ പാടില്ല. നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, നമ്മൾ ചാനൽ ഉണ്ടാക്കാൻ പാടില്ല, ഇൻസ്റ്റാഗ്രാം പാടില്ല, ഫേസ്ബുക്ക് പാടില്ല, പോസ്റ്റ് ഇടാൻ പാടില്ല. എല്ലാത്തിലും കണ്ടുപിടിച്ച് എന്തിന് കാണുന്നു, ഇഷ്ടമില്ലാത്തവർ എന്തിന് കാണുന്നു കുത്തിയിരുന്ന് ബ്ലോക്ക് ചെയ്ത് പോവുക. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോസ് ഷോർട്സ് ഒന്നും കാണത്തില്ല. ഇത് കാണും, സബും ചെയ്ത് വെച്ചിട്ടിരുന്ന് കുത്തിയിരുന്ന് കണ്ടിട്ട് കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. മനസ്സിലായിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഈ കണ്ട ആളുകളുടെയൊക്കെ അക്കൗണ്ടൊക്കെ ഞാൻ നോക്കിയതാണ്. കുറച്ച് പേര് എന്നോട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ നിന്ന കുറച്ച് ആളുകളുടെ അക്കൗണ്ടൊക്കെ ഞാൻ നോക്കിയതാണ്. നല്ല ഫോളോവേഴ്സുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, മനസ്സിലായോ? അതിനൊക്കെ അക്കൗണ്ട് എന്തിനെടുത്ത് വെച്ചിരിക്കുന്നത്? നീ ഇപ്പോൾ പറഞ്ഞവർ അക്കൗണ്ട് എന്തെടുത്ത് വെച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ? അത്രക്ക് കൊള്ളൂല്ലെങ്കിൽ ഇവർക്ക് അവരുടെ ജോലി നോക്കിയിരുന്നാൽ പോരെ? എന്തിന്? അപ്പോൾ അവരുടെ സന്തോഷം. അപ്പോൾ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. നമ്മളൊക്കെ കുറഞ്ഞ ടീമുകളല്ലേ, നമ്മളങ്ങനെ സന്തോഷിക്കാൻ പാടില്ല എന്ന് മനസ്സിൽ വൃത്തികെട്ട ചിന്താഗതി ഉള്ളവരാണ് നമുക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല രീതിയിൽ ഫോഴ്സ് ഉണ്ടാവും ഈ ചാനൽ തുടങ്ങും. ഉള്ള കാര്യം പറയല്ല, കുടുംബത്തോട്ട് പ്രശ്നങ്ങൾ വരുന്ന വഴി അറിയത്തില്ല. എല്ലാവരുമായിട്ട് നിങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങളൊരു ഗ്യാപ്പ് ഇട്ട് നിർത്തുക. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കുടുംബത്തോട്ട് നല്ല എട്ടിൻ്റെ പണി കിട്ടുന്ന ഇതാണെന്ന് കൂടി ഞാൻ പ്രത്യേകം പറയുകയാണ്. ഈ സോഷ്യൽ മീഡിയ അതുള്ള കാര്യം തന്നെ നമുക്കിതൊക്കെ അറിയാവുന്നതാണല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതെല്ലാവരും ഒക്കെ ശ്രദ്ധിച്ച് എല്ലാവരും ഒരു അകലത്തിൽ നിർത്തുക. കള്ളം പറഞ്ഞ് വശത്താക്കാൻ കുറേ ആളുകളുണ്ട്. നാവെടുത്ത് വളച്ചാൽ കള്ളമേ പറയുള്ളൂ ഇവരൊക്കെ, കേട്ടോ. ചെന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ എട്ടിൻ്റെ പണിയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം മനസ്സിലാക്കി അത് നിങ്ങളുടെ തോന്നലൊന്നും ആയിരിക്കത്തില്ല, അത് കറക്റ്റായിരിക്കും. തോന്നലാണ് എന്ന് വിചാരിച്ച് വീണ്ടും അവരോട് സഹകരിക്കുമ്പോഴാണ് പണി വരുന്ന വഴി അറിയാത്തത്, മനസ്സിലായോ? ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ സൈലൻ്റ് ആയിരിക്കുക. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരിയൊക്കെ ഒഴിയും. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു.